ഇന്ന് നമുക്ക് ഓംലെറ്റും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഉപയോഗിച്ചിട്ട് ഈസിയായി നല്ല അടിപൊളി ടേസ്റ്റിലൊരു സാൻഡ്വിച്ച് റെഡിയാക്കാം. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കാം. അതിനുവേണ്ടി മീഡിയം വലിപ്പമുള്ള 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കഴുകിയിട്ട് ഇതിലുള്ള കൊഴുപ്പൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇനി 2-3 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. തിളച്ച് തുടങ്ങിയാൽ ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ച് വേഗം തന്നെ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കണം. ഒരു പകുതി വേവായാൽ മതി. ഇതിലെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൺ തുണിയിലേക്കോ ടിഷ്യൂ പേപ്പറിലേക്കോ ഇട്ട് ഇതിലെ വെള്ളം മുഴുവനും തുടച്ച് കളയണം. ഇനി ഇതൊന്ന് തണുത്ത് വരണം. തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് ഒന്ന് കുടഞ്ഞു കൊടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ മീഡിയം തീയിൽ വെച്ച് കിഴങ്ങിട്ട് കൊടുക്കാം. കിഴങ്ങിട്ട് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ഒരു 8-10 മിനിറ്റ് എടുക്കും വെന്ത് വരാനായിട്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് വറുത്തതിന് ശേഷം കോരി മാറ്റി വെച്ചിട്ട് തണുത്തതിന് ശേഷം വീണ്ടും ഒന്ന് വറുത്തെടുത്താൽ മതി. നമുക്കിത് അത്ര ക്രിസ്പി ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പാകത്തിനാവുമ്പോൾ കോരി മാറ്റാം. ഇനി ഓംലെറ്റ് റെഡിയാക്കാം. 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അടിച്ചെടുക്കാം. ഇനി ചട്ടി ചൂടാക്കി ഓയിൽ ഒഴിച്ച് ഓംലെറ്റ് ചുട്ടെടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിക്കുന്നതാവും നല്ലത്. സാൻഡ്വിച്ചിന് വേണ്ടി എടുക്കുന്ന കുബൂസിൻ്റെ ആ ഒരു വലുപ്പത്തിലുള്ള ഓംലെറ്റ് വേണം ഉണ്ടാക്കാൻ. സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റും കക്കരിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് നീളത്തിൽ കനം കുറച്ചാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ മയോണൈസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുബൂസ് എടുത്തിട്ട് സ്റ്റൗവിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് സാധാരണ കടയിൽ വാങ്ങാൻ കിട്ടുന്ന പാക്കറ്റ് കുബൂസാണ്. ഇനി കുറച്ച് മയോണൈസ് മുകളിൽ പുരട്ടി കൊടുക്കാം. ഇനി ഓംലെറ്റ് വെച്ച് കൊടുക്കാം. കുറച്ച് ക്യാരറ്റ്, കുറച്ച് കക്കരി, കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ്. ഇനി കുറച്ച് മയോണൈസ് കൂടി മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ കുറച്ച് ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചാൽ മതി. ശരിയായിട്ട് മടങ്ങി നിൽക്കാൻ വേണ്ടി വേണമെങ്കിൽ നടുക്കൊരു ടൂത്ത് പിക്ക് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡിയായി. നല്ല ടേസ്റ്റുള്ളൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.